നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2025 വേനൽക്കാലം കടുക്കുമ്പോൾ അക്കൂട്ടത്തിൽ മഴയുടെ അവസ്ഥ എന്തായിരിക്കുമെന്നുള്ള കാര്യത്തിലുള്ള സംശയം നേരത്തെ പങ്കുവച്ചതാണ്. ചൂടിങ്ങനെ കനത്തു പോകുമ്പോൾ ഒരാശ്വാസമായി എത്തുന്നത് കാലവർഷമാണ്. എന്നാൽ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നതനുസരിച്ച് ഇനിയുള്ള മാസത്തിൽ ഈ വർഷത്തെ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശരാശരിയിലും അധികമായി തന്നെ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. എൽനിനോ ഇല്ലാത്തത് കൊണ്ട് തന്നെ മികച്ച മൺസൂണിനുള്ള വളരെ വലിയ സാധ്യത ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേരളത്തിൽ ഇത്തവണ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലവർഷത്തിൽ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴ കിട്ടുമെന്നാണ് ഇപ്പോഴത്തെ ആദ്യഘട്ട പ്രവചനത്തിലൂടെ പറയുന്നത്. 2018.6 മില്ലിമീറ്റർ മഴയാണ് സാധാരണയായി ഈ സീസണിൽ കേരളത്തിന് കിട്ടിപ്പോരുന്നത്. കഴിഞ്ഞ വർഷമാകട്ടെ ഇത്ര പോലുമില്ലായിരുന്നു. 1748 മില്ലിമീറ്റർ മാത്രമായിരുന്നു മഴ ലഭിച്ചത്. 13% കുറവാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ ഇത്തവണ അതൊക്കെ തന്നെ പാലിച്ചുകൊണ്ട് അതിലും അപ്പുറത്തേക്ക് റെക്കോർഡ് മഴ തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇതുവരെയുള്ള പ്രവചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനമനുസരിച്ച് ഇനിയുള്ള 3 മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയതോ ഇടത്തരം മഴയ്ക്കോ സാധ്യതയുണ്ടെന്നുള്ള പ്രവചനം പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത പ്രവചിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അതിനെ നോക്കിക്കാണണമെന്നാണ് പറയുന്നത്. ഇന്ന് 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും അതുപോലെ 17, 18 തീയതികളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് പ്രവചനമുള്ളത്. ഒപ്പം 19, 20 തീയതികളിലും ഇടിമിന്നലോടുകൂടിയ കനത്ത മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. വളരെ ജാഗ്രതയോടുകൂടി ഈ ദിവസങ്ങളെ നോക്കിക്കാണുക എന്നും പറയുന്നുണ്ട്. ഇനി പ്രവചനത്തിലേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട്, ലഡാക്ക്, വടക്ക് കിഴക്കൻ ഇന്ത്യ ഒഴികെയുള്ള രാജ്യത്തെ പൊതുവെ സാധാരണയിൽ കൂടുതൽ മഴ മറ്റു മേഖലയിൽ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പസഫിക് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉപരിതല താപനില സാഹചര്യം ഇപ്പോഴത്തെ ന്യൂട്രൽ സ്ഥിതി മൺസൂൺ സീസണിലും അതുപോലെ തുടരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊതുവിൽ പസഫിക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നുള്ള സിഗ്നലുകൾ ഇത്തവണ കാലവർഷത്തിന് അനുകൂല സൂചന കൊടുക്കുന്നുണ്ട്. പതിവിലും കൂടിയ മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് പറയേണ്ടത്. 59% വരെയാണ് അതിനുള്ള സാധ്യത. ഒരുപക്ഷെ 105% വരെ മഴ ലഭിച്ചേക്കും. അതിൽ തന്നെ 5% കുറയുകയോ കൂടുകയോ ചെയ്യാം. ഇതാണ് കണക്ക്. തമിഴ്നാടും വടക്ക് കിഴക്കൻ ഇന്ത്യയും ഒഴികെ രാജ്യത്ത് മുഴുവൻ ശരാശരിയിൽ അധികം മഴ ലഭിക്കുമെന്നാണ് ഇപ്പോഴത്തെ സാധ്യത. IMD പുറത്തുവിട്ട കണക്കനുസരിച്ച് കേരളത്തിൽ 10% മുതൽ 20% വരെ അധിക മഴയ്ക്കുള്ള സാധ്യതയും പ്രവചനത്തിൽ പറയുന്നുണ്ട്. എന്നാൽ കേരളത്തെക്കാൾ അധിക മഴ മധ്യ ഇന്ത്യയിലായിരിക്കും കിട്ടുന്നത്. മെയ് അവസാന വാരമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായ കൃത്യമായ ഒരു പ്രവചനം പുറത്തു വരുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ പ്രവചനവും യാഥാർത്ഥ്യവും തമ്മിലുള്ള അന്തരം കേവലം 2.27% മാത്രമാണ്. അതുകൊണ്ട് പ്രവചനം അത്രയധികം കൃത്യമായിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ഡൊമിനിക്കൻ മാതൃക അനുസരിച്ചാണ് പ്രവചനം തയ്യാറാക്കി പഠനം നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മഴയുടെ തീവ്രത വർദ്ധിക്കാനുള്ള ഒരു പഠനം കൂടി നടക്കുന്നു. സൂര്യനിൽ നിന്നുള്ള സൗരവാതകങ്ങളുടെയും ഊർജ്ജ പ്രവാഹത്തിൻ്റെയും ഏറ്റക്കുറച്ചിലുകൾ മുതൽ ദീർഘകാല കാലാവസ്ഥയിലെ ആവർത്തനാത്മക സ്വഭാവം വരെ മൺസൂണിനെ ബാധിക്കുമെന്നാണ് കേന്ദ്ര സർവകലാശാല ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. 2018 കനത്ത മഴ, വയനാട്ടിലെയും കുടകിലെയും ഉരുൾപൊട്ടലുകൾ മഴയിലെ ഈ ദീർഘകാല വർധനവിൻ്റെ ഭാഗമാകുമെന്നാണ് നിർണായക വാദം ഗവേഷകർ ഉയർത്തുന്നത്. ഇനിയുള്ള വർഷങ്ങളിൽ മഴയുടെ തീവ്രതയിൽ വർധന പ്രതീക്ഷിക്കാം. പ്രകൃതിക്ഷോഭങ്ങളെ പ്രതിരോധിക്കാൻ കൂടുതൽ കരുതൽ നടപടി നമുക്ക് ആവശ്യമായി വരുന്നു. രാജ്യത്തെമ്പാടും മികച്ച മഴ കിട്ടുന്ന വർഷങ്ങളിൽ തമിഴ്നാട്ടിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും മഴ കുറയുന്ന രീതിയാണ് നിരീക്ഷിച്ചു വരുന്നത്. മെയിലെ പ്രവചനത്തിൽ ഓരോ സംസ്ഥാനങ്ങളിലെയും മഴ സാധ്യത കൃത്യമായി തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. അഖിലേന്ത്യാ തല സാധ്യത മാത്രമേ ഇപ്പോൾ ലഭിക്കുന്നുള്ളൂ. മൺസൂണിന്റെ പ്രകടനത്തെ സ്വാധീനിക്കുന്ന പല ആഗോള ഘടകങ്ങളും ഇന്ത്യൻ മൺസൂണിന് ഇത്തവണ അനുകൂലമാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ത്യൻ സമുദ്രോപരിതലത്തിലെ ഏറ്റക്കുറച്ചിലായിട്ടുള്ള ഇന്ത്യൻ ഓഷൻ ഡൈപോൾ, ഉത്തരാർദ്ധഗോളത്തിൽ യൂറോപ്പിന് മീതെയുള്ള മഞ്ഞിന്റെ കനം തുടങ്ങിയവയൊക്കെ തന്നെ ഇന്ത്യൻ മൺസൂണിന് ഇപ്പോൾ അനുകൂലം തന്നെയാണ്. 2024 സംബന്ധിച്ച് അന്നത്തെ മൺസൂൺ ഇന്ത്യക്ക് 8% അധികമായിരുന്നത് സമ്പദ്ഘടനയുടെയും കാർഷിക മേഖലയുടെയും അതുവഴിയുള്ള ആകെ ആഭ്യന്തര ഉൽപാദന സൂചികയായിട്ടുള്ള GDPയുടെയും മികച്ച പ്രകടനത്തിന് വഴി തുറന്നു. ഈ വർഷവും അഖിലേന്ത്യാ വാർഷിക ശരാശരിയായിട്ടുള്ള 87 സെന്റിമീറ്ററോ അതിന് മുകളിലോ മഴ കിട്ടുമെന്നുള്ള കാര്യം IMD ഉറപ്പ് നൽകുന്നു. ഇത് സമ്പദ്ഘടനയ്ക്കും കാർഷിക മേഖലയ്ക്കും അനുബന്ധ വ്യവസായങ്ങൾക്കുമൊക്കെ നല്ലതായി തന്നെ ഭവിക്കും. കടുത്ത ചൂടിൽ വലയുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ആശ്വാസമായി ജൂണിലെ മഴയെത്തും. കേരളത്തിലും സമാനമായ അവസ്ഥ.
സ്വകാര്യ കാലാവസ്ഥാ ഏജൻസിയായിട്ടുള്ള സ്കൈമെറ്റും 103% മഴ ലഭിക്കുമെന്നാണ് കഴിഞ്ഞയാഴ്ച പ്രവചനത്തിലൂടെ പറഞ്ഞത്. പക്ഷേ സ്വകാര്യ ഏജൻസികളുടെ പ്രവചനം ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രമോ സർക്കാരോ ഒന്നും തന്നെ ഔദ്യോഗികമായി സ്വീകരിക്കാറില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. മൺസൂൺ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മഴയല്ല, മഴ കൊണ്ടുവരുന്ന ഒരു കാറ്റാണ്. ലോകത്ത് ഇവിടെ മാത്രമല്ല ഇത്തരത്തിൽ മൺസൂൺ ഉള്ളത്. എങ്കിൽ പോലും ഇവിടുത്തെ മൺസൂൺ വളരെ പ്രാധാന്യം അർഹിക്കും. മൗസം എന്നാണ് ഈ കാറ്റിന് പേരിട്ടത്. അത് അറബികളായിരുന്നു. പിന്നീട് അത് ഇംഗ്ലീഷിലായപ്പോൾ മൺസൂണായി. ഇന്ത്യയിൽ കൃഷി കാലവർഷക്കാറ്റിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് പോകുന്നത്. സത്യത്തിൽ മൺസൂൺ സീസണിൽ ഉൾപ്പെടുന്നതാണ് ഈ കാലവർഷവും തുലാവർഷവും ഒക്കെ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലവർഷത്തിനും വടക്ക് കിഴങ്ങൻ മൺസൂൺ തുലാവർഷത്തിനും കാരണമായി മാറും. ശരാശരി 4 കോടി വർഷം മുൻപെങ്കിലും മൺസൂൺ ഉത്ഭവിച്ചുവെന്നാണ് പഠനങ്ങളിലൂടെ പറയുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന തെക്കനേഷ്യൻ മൺസൂൺ ഘടനകൾ ഏകദേശം പാലിയോജീൻ കാലഘട്ടത്തിലാണ് ഉദ്ഭവിച്ചു വന്നതുപോലും. സങ്കീർണമായ കാലാവസ്ഥാ മാറ്റങ്ങൾ ഉടലെടുത്ത് ഒരു കാലഘട്ടം കൂടിയായിരുന്നു അന്നത്. കരയും സമുദ്രവും തമ്മിലുള്ള താപനില വ്യത്യാസം തന്നെയാണ് മൺസൂണിന് വഴിയൊരുക്കുന്നത്. വേനൽക്കാലത്ത് ജലത്തേക്കാൾ കൂടുതൽ വേഗത്തിൽ കര ചൂടുപിടിക്കും. അതിൻ്റെ ഫലമായി കരയിൽ നിന്നും നീരാവി കലർന്ന വെള്ളം ഉയർന്ന് അതിന് ബാഷ്പീകരണം സംഭവിച്ച് പിന്നീട് മഴയായി പെയ്തിറങ്ങും. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു വിഷയം. അതോടൊപ്പം തന്നെ പ്രത്യേകമായ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ജീവനും അതുപോലെ തന്നെ വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും കനത്ത നാശനഷ്ടം തന്നെയായിരിക്കും സൃഷ്ടിക്കുക. അതുകൊണ്ട് കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയത്ത് തന്നെ പൊതുജനങ്ങൾ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക എന്നുള്ളതാണ് ആദ്യം നടപടി. തുറസായ സ്ഥലങ്ങളിൽ നിന്നു കഴിഞ്ഞാൽ അത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. ജനലിലും വാതിലിനും അടുത്ത് നിൽക്കാതിരിക്കുക. പരമാവധി നിലത്ത് സ്പർശിക്കാതിരിക്കാനോ ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാനോ ശ്രമിക്കുക. ഗ്രഹോപകരണങ്ങളുടെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കണം. വൈദ്യുതോപകരണമായിട്ടുള്ള സാമീപ്യം ഇടിമിന്നൽ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രമിക്കണം. ഇടിമിന്നൽ സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കരുത് എന്നുള്ള നിർദ്ദേശവും നൽകുന്നുണ്ട്. അന്തരീക്ഷ മേഘാവൃതമാണെങ്കിൽ ടെറസിലും മുറ്റത്തുമൊക്കെ കുട്ടികൾ കളിക്കുന്നത് ഒഴിവാക്കണം. ഇടിമിന്നൽ സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇത് അപകടമേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.